ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കമ്പനിക്ക് പരിചയസമ്പത്തുണ്ടെന്നും കേന്ദ്ര ടെൻഡറിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏക കമ്പനി ഒയാസിസ് മാത്രമാണെന്നും റിപ്പോർട്ടിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ഒരു അനുമതിയുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലൊരു അനുമതി നൽകിയതെന്നല്ലേ? ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ക്രിസ്റ്റീന, പ്രാരംഭ പരിശോധനകൾക്ക് ശേഷമാണ് സർക്കാർ ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ വിദേശമദ്യ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാർ ഉത്തരവിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത്. ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഈ പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ ബ്രൂവറി അടക്കമുള്ള മദ്യനിർമ്മാണശാലകൾ സ്ഥാപിക്കാനുള്ള അനുമതി തേടി സർക്കാരിനെ സമീപിച്ചത്. സർക്കാരിൻ്റെ അനുമതിയോടെ എക്സൈസ് കമ്മീഷണർ അവരുടെ പദ്ധതി മറ്റും പരിശോധിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സമാനമായ പദ്ധതികൾ നടപ്പിലാക്കിയുള്ള പരിചയസമ്പത്ത് സാങ്കേതിക വൈദഗ്ധ്യവും ഈ ഒയാസിസ് കമ്പനിക്കുണ്ട് എന്ന് ഈ റിപ്പോർട്ട് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ ഈ പദ്ധതി വന്നാൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യവും എക്സൈസ് കമ്മീഷണർ തൻ്റെ റിപ്പോർട്ടിലൂടെ അറിയിച്ചു. ഈ റിപ്പോർട്ട് ഏതാണ്ട് 1 കൊല്ലം മുമ്പാണ് സർക്കാരിന് ലഭിക്കുന്നത്. ആ 1 കൊല്ലം കഴിഞ്ഞിപ്പോഴാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അടിയന്തര സ്വഭാവത്തിലല്ല സർക്കാർ ഇത് പരിഗണിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.